കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി ചെറുതായി നുറുക്കിയെടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ മൂടിക്കിടക്കുന്ന വിധത്തിൽ വേണം വെള്ളം ചേർക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് കപ്പ വേവിക്കാൻ വെക്കാം. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫിലേക്ക് വേണ്ട സാധനങ്ങൾ ശരിയാക്കി എടുക്കണം. ഒരു കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തത്. അതിലേക്ക് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി, 6-7 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ചതച്ചെടുക്കണം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പകുതിയാക്കിയിട്ട് ഇതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി കൈവച്ച് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് 30 മിനിറ്റ് ബീഫ് വേവിച്ചെടുക്കാം. കപ്പ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിയതിന് ശേഷം കപ്പ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അധികം ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ കപ്പ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബീഫിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. 2 സവാള സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഒരു ഉരുളി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നന്നായി
വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ചേർക്കണമെന്നില്ല. മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കപ്പയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുന്നത് കാരണം ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയെല്ലാം ബീഫിൽ നന്നായി പിടിക്കുന്നത് വരെ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പെരുംജീരകം, അതായത് വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പനേരം കൂടി അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായി യോജിപ്പിച്ചു കൊടുക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മസാലയൊക്കെ ഒന്ന് നന്നായി കപ്പയിൽ പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം.